പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നു വന്ന എല്ലാവർക്കും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ദൈവിക വിഷയങ്ങൾ പഠിക്കുവാനും തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമ്മുടെ ടോപ്പിക്ക് ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള സബ്ജക്റ്റിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. 6th ആൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രചോദനങ്ങളും. അങ്ങനെ ഒരു 2 ടോപ്പിക്കായിട്ടാണ് ഇന്നത്തെ ചാപ്റ്ററിൽ വരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ 6ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങളും പ്രചോദനങ്ങളും, അതാണ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അപ്പോൾ നമ്മള് ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള സബ്ജക്റ്റ് ഈ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണത്. കുറച്ച് പോയിന്റുകളും ഒക്കെ ആയിട്ട് ഒരുവിധം കുഴപ്പമില്ലാതെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയത്. അപ്പോൾ 2 ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ക്രിസ്തീയ ശിഷ്യത്വം, അതുപോലെ അടുത്തതായിട്ടുള്ളത് സുവിശേഷീകരണമാണ്. അതൊരു ചെറിയ ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളതാണ്. അതിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാവുന്നത് പോലെ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് അനേകർ യേശു ക്രിസ്തുവിനാൽ പ്രചോദനം ലഭിച്ചിട്ട് കടന്നു വന്ന ശിഷ്യന്മാര് പലപ്പോഴും അവരുടെ ജീവിതയാത്രയിലെ പിന്മാറി പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ദൈവിക വഴിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പല രീതിയിലും ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിലും ചിന്നിച്ചിതറി പോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനെ സ്വാധീനിക്കേണ്ടത് എന്തായിരിക്കണം? എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യനെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ, അവസാനത്തോളം നിലനിൽക്കുവാൻ കഴിയുക എന്നതാണ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം, പല ആളുകളും ആദ്യമൊക്കെ നല്ല ശുഷ്കാന്തിയോടെ ദൈവിക കാര്യങ്ങളിൽ മുന്നോട്ട് വരും. ഇപ്പൊ ബൈബിൾ ക്ലാസ്സിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ബൈബിൾ ക്ലാസ് പഠിക്കുവാനായിട്ട് താല്പര്യത്തോടെ കടന്നു വന്നു പലപ്പോഴും പകുതി വെച്ച് നിർത്തി പോകുന്നവര്, അല്ലെങ്കിൽ ആ ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവര് പല കാരണങ്ങളായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുപോലെ മുന്നത്തെ പോലത്തെ ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥകള്, താല്പര്യക്കുറവുകള് ബൈബിൾ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മൾ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലെ ഉത്സാഹത്തോടെ കടന്നു വന്ന പലരും കുറച്ച് കഴിഞ്ഞാല് അവരുടെ ഉത്സാഹമെല്ലാം പോയി സന്തോഷമില്ലാത്ത അനുഭവങ്ങള് ഒക്കെ ജീവിതത്തിലെ കടന്നു വന്ന് ആ ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന പല അനുഭവങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ടുണ്ട്. ജിൻഷ മ്യൂട്ടാക്കണം. ജിൻഷ എന്നാണ് എഴുതുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലെ ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കയറി വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങൾ എന്നതിൽ വരുന്നത്. അതിലെ ഒന്നാമത്തെ പ്രശ്നം നമുക്ക് നോക്കാം. ഒറ്റപ്പെടൽ എന്നതാണ് നിങ്ങളുടെ ഇതിലെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 10ാം അധ്യായം അതിന്റെ 22ാം വാക്യം വായിക്കാം. മത്തായി 10ാം അധ്യായം 22ാം വാക്യം. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഓക്കെ, മിനി സിസ്റ്റർ വായിച്ചായിരുന്നോ? ഷാജി ബ്രദർ വായിച്ച് കേട്ടു. ഒരാൾ കൂടി വായിക്കാം. എനിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് തോന്നണോ? പ്രശ്നമുണ്ട് സിസ്റ്റർ. അത് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. അതായത് സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആക്കിയപ്പോ ക്ലിയർ ആവും. അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിട്ട് വീണു കയറിയാൽ മതി.
അപ്പൊ ഇതിൽ വായിച്ചു കേട്ടതുപോലെ എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എങ്കിലും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ ഒറ്റപ്പെടൽ ക്രിസ്തു ശിഷ്യനെ ബാധിക്കുന്ന ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന അനുഭവം. യേശു കർത്താവിനെ തന്നെ ഒറ്റപ്പെടുത്തിയ ഒരു ലോകമാണ്. കാരണം ശിഷ്യന്മാര് പോലും യേശുവിന്റെ ആ പ്രയാസവേളയിലെ യേശുവിനെ ഇട്ടേച്ച് ഓടിപ്പോയ അനുഭവങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോകം ഒരിക്കലും ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കും അനുകൂലമല്ല. യേശു കർത്താവിനെ ഉപദ്രവിക്കാൻ വന്ന ആ ആളുകളോട് യേശു പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്: എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ പിതാവിന്റെ സേവകന്മാർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ക്രിസ്തു ശിഷ്യനായിത്തീരുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ പ്രശ്നമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. അപ്പൊ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് അവസാനത്തോളം നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് അതിൽ പറയുന്നത്, നമുക്ക് അതിനും ഒരു വചനം വായിക്കാം. 2 തിമോത്തിയോസ് 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. 2 തിമോത്തിയോസ് 3:12 ആണ് വായിച്ചത്. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ചതിന്റെ പേരിലെ ആദ്യമായിട്ട് ഉപദ്രവം നേരിട്ട വ്യക്തി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലെ സ്തെഫാനോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു, പ്രസംഗിച്ചു, അതിന്റെ പേരില് വളരെയധികം ഉപദ്രവം നേരിടേണ്ടി വന്നു. അപ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പോ ഈ ഉപദ്രവം നേരിട്ടപ്പോൾ ഒരിക്കലും ക്രിസ്തു ശിഷ്യന്മാരെ തളർന്നു പോയതായിട്ട് നാം വചനത്തിൽ ഒരിടത്തും വായിക്കുന്നില്ല. ഉപദ്രവങ്ങളിലൂടെ വളരുന്ന ഒരു ദൈവസഭയാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഉപദ്രവങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തു ശിഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ യേശുവിനെ സാക്ഷീകരിക്കുന്നത് മൂലം പല ഉപദ്രവങ്ങളും നേരിടേണ്ടി വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് പഠിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. മൂന്നാമതായിട്ട് ഈ സഭ ഒരിക്കലും, ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും ഉപദ്രവങ്ങളിൽ തളർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഉപദ്രവങ്ങളിലൂടെയാണ് ഈ ക്രിസ്തീയ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രശ്നം ഉണ്ട്, പ്രശ്നത്തിന്റെ നടുവിലും ക്രിസ്തു ശിഷ്യന്മാരെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റുകൾ വരുന്നത് ആരോപണങ്ങൾ എന്നതാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെടൽ. രണ്ടാമതായിട്ട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരും ഒരു ക്രിസ്തു ശിഷ്യൻ. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് ആരോപണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതിനെ ഒരു വചനം വായിക്കാം. മത്തായി 5:11. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് മുന്നറിയിപ്പായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ്, എന്റെ നിമിത്തം നിങ്ങൾക്ക് പലവിധമായിട്ടുള്ള ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും, ആരോപണങ്ങളെല്ലാം നിങ്ങൾ നേരിടേണ്ടി വരും, പക്ഷെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന പദവിയിലാണ് എന്നാണ് യേശു കർത്താവ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കയ്യിലെ ഒരു ക്രിസ്തീയ ശിഷ്യൻ സുരക്ഷിതനാണ്. ദൈവം അറിയാതെ ആ ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മൂലം ക്രിസ്തീയ ശിഷ്യന്മാർ പല ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഒരു ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കാനോ തെളിയിക്കാനോ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വമാണ്. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു കർത്താവ് മറുപടി പറയും. ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദുഷ്ടനോട് എതിർക്കരുത്. യേശു കർത്താവിന്റെ ഉപദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, മത്തായി 5-ാം തന്നെ. അപ്പോ ദുഷ്ടനോട് എതിർക്കുവാനായിട്ട് ഒരു ക്രിസ്തു ശിഷ്യനെ ഒരു എന്താ പറയാ അത് അനുവദിക്കുന്നില്ല. അതൊക്കെ ദൈവമാണ്
അതിനോട് മറുപടി കൊടുക്കുന്നത്, പകരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ശിഷ്യൻ എന്ന് പറഞ്ഞാല് എന്ത് ആരോപണങ്ങളായാലും അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെങ്കില് ഭരമേൽപ്പിക്കണം. അപ്പൊ തെറ്റിദ്ധാരണകൾ മൂലം മറ്റു പല കാരണങ്ങൾ കൊണ്ടും ക്രിസ്തു ശിഷ്യന് നേരെ പല ആരോപണങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ ഈ പ്രശ്നം കാണുന്നത്. നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമായൊരു മാതൃക ഇന്നത്തെ ലോകത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ്. കർത്താവ് നമുക്ക് മാതൃകയായിട്ടുണ്ട് എന്നിരിക്കുമ്പോൾ തന്നെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരിലും ക്രിസ്തീയ ശിഷ്യന്മാർ എന്ന് പേരെടുത്തിട്ടുള്ള പലരിലും നമുക്ക് ആ ക്രിസ്തുവിന്റെ മാതൃക കാണുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നാമും സാക്ഷികൾ, ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ഒരു ഗ്രൂപ്പ് ആളുകളെ വായിക്കുന്നത് പോലെ എബ്രായർ 11-ാം അധ്യായത്തിലെ നിരവധി ആളുകളുടെ വിശ്വാസ വീരന്മാരെ പട്ടിക കൊടുത്തതിന് ശേഷമാണ് ഈ വചനം അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു മാതൃക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്നതാണ്. എത്രയോ ആളുകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും യേശു കർത്താവിനെ നോക്കുക എന്നതാണ് ആ പ്രശ്നം. ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു ക്രിസ്തു ശിഷ്യൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് മാതൃകയുടെ ദൗർലഭ്യമാണ്. സങ്കീർത്തനത്തിൽ ദാവീദും അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സങ്കീർത്തനം 12-ന്റെ 1-ാം വാക്യം വായിക്കാം. മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് ഇല്ലാതെ ആയിരിക്കുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അതായത് അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാതൃക ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മളായിരിക്കുന്ന ലോകത്തില്. അതുപോലെ അടുത്തതായിട്ടൊരു പ്രശ്നം 5-ാമത്തെ പോയിന്റിൽ ഇപ്രകാരമാണ് പറയുന്നത്. വളരെ പെട്ടെന്നുള്ള സാമൂഹിക വ്യതിയാനങ്ങൾ. നമുക്കറിയാം ദ്രുതഗതിയിലുള്ള സാമൂഹിക വ്യതിയാനങ്ങൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ലോകം അതിന്റെ പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പല രീതിയിലും പല ഗുണങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ധാർമ്മികമായിട്ടുള്ള വശങ്ങളെല്ലാം നമുക്കറിയാവുന്നത് പോലെ വളരെ പിന്നോട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. നല്ല രീതിയിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ശാസ്ത്രീയ സാങ്കേതിക പുരോഗതികൾ ഉണ്ട് എന്നിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ധാർമ്മികമായി അധപതിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സാമൂഹികമായിട്ടുള്ള അവസ്ഥകൾ വളരെയധികം പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സമൂഹത്തില്, അതുപോലെ തന്നെ അസ്ഥിരത നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതുപോലെ പ്രകൃതി ദുരന്തങ്ങള്, പ്രശ്നങ്ങള്, ചിന്തിക്കാൻ പോലും പറ്റാത്ത അപകടങ്ങളും നിറഞ്ഞ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ്, ഒരു സമൂഹത്തിലാണ് ക്രിസ്തീയ ശിഷ്യന്മാർ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഒരു ക്രിസ്തു ശിഷ്യനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഓരോന്നിനെയും കൈകാര്യം ചെയ്യുവാനും ആ പ്രശ്നത്തെ അതിജീവിക്കുവാനും ഒരു ക്രിസ്തു ശിഷ്യനെ പ്രാപ്തി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഒരു ക്രിസ്തീയ ശിഷ്യനായിട്ട് നിലനിൽപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പറഞ്ഞതില് ഇതിലൊരു വചനം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 3:1. ഇന്നത്തെ സാമൂഹിക അവസ്ഥയെ കുറിച്ച് ബൈബിൾ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ആ വചനം. 2 തിമോത്തിയോസ് 3:1. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദുഷ്കരന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും
അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പൊ ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവര്, കനിവറ്റവര്, വാത്സല്യമില്ലാത്തവര്, അവിടെ നിരവധി പ്രത്യേകതകൾ അവിടെ വായിച്ചു കേട്ടു നമ്മള്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിസ്തു ശിഷ്യനായിട്ട് നിലനിൽക്കുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. എങ്കിൽ തന്നെയും നമ്മൾ അടുത്ത ടോപ്പിക്ക് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ക്രിസ്തു ശിഷ്യരുടെ പ്രചോദനങ്ങളാണ്. ക്രിസ്തുവിൽ നിന്ന് ഒരു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന മോട്ടിവേഷൻസ്, അതിനെ തകിടം മറിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യമല്ല. ഒരു ക്രിസ്തു ശിഷ്യൻ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, ഈ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ദൈവവചനത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഒരു ക്രിസ്ത്യൻ ശിഷ്യനെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിനെ, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കുന്നത്. ക്രിസ്തു ശിഷ്യരുടെ പ്രചോദനങ്ങൾ. ഒരു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന പ്രചോദനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലഭിക്കുന്ന മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ, പ്രതിഫലങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ടോപ്പിക്കിൽ നോക്കാം. ഒന്നാമതായിട്ട് ക്രിസ്തുവിന്റെ മാതൃക. അപ്പൊ ഒരു ക്രിസ്തു ശിഷ്യനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ മുൻപാകെ ഉണ്ട്. അപ്പൊ ആരൊക്കെ, ഏതൊക്കെ വ്യക്തികൾ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയാലും യേശു കർത്താവ് നമുക്ക് പിന്തുടരുവാൻ തക്കവണ്ണം നല്ല ഒരു മാതൃക വെച്ചേച്ച് പോയിട്ടുണ്ട് എന്ന് 1 പത്രോസ് 2:21 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരാൾക്ക് വായിക്കാം. 1 പത്രോസ് 2:21. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ച് എന്നും പ്രവൃത്തിയാൽ വിശ്വാസം ഇല്ല. 1 പത്രോസ് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഓക്കെ, അപ്പൊ യേശു കർത്താവ് നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് പിന്തുടരുവാൻ തക്കണ ഏറ്റവും നല്ല മാതൃക യേശു കർത്താവിന്റെയാണ്. അപ്പൊ ഒന്നാമതായിട്ട് നോക്കാം, യേശു ക്രിസ്തുവിന്റെ മാതൃകകളിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു, എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. യേശു കർത്താവിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്ന ഒരു മകനായിട്ട് ദൈവവചനത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നിയമം പാലിച്ച വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഒരു ക്രിസ്തു ശിഷ്യനെ പ്രചോദനങ്ങൾ ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ക്രിസ്തു നമുക്ക് മാതൃക വെച്ചേച്ച് പോയിട്ടുണ്ട്. അതിന്റെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. രണ്ടാമത്തെ നിയമം പാലിച്ചു. നമുക്കറിയാം, ഒരു നാണയം കൊണ്ടുവന്ന് കൊടുത്ത് നിങ്ങൾ കരം അടയ്ക്കുന്നുണ്ടോ, നിങ്ങളുടെ ഗുരു കരം അടയ്ക്കുന്നുണ്ടോ, ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ നാണയം കാണിക്കാൻ പറയുകയാണ്. അപ്പൊ കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞ യേശു കർത്താവ്. അതുപോലെ തന്നെ കരം അടച്ച് അന്നത്തെ ആ കാര്യങ്ങൾ, രാജ്യത്തിന്റെ നിയമം പാലിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിലെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ യേശുവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശുശ്രൂഷ മനോഭാവത്തോടെയാണ് യേശു കർത്താവ് പ്രവർത്തിച്ചത്. അപ്പൊ ഇന്നത്തെയൊക്കെ ലീഡർമാരെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലീഡർമാരെ അനുയായികളെ കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ദൈവഭക്തർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പോലും അവരുടെ കാലുകൾ കഴുകിപ്പിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ദാസന്മാരായിട്ടാണ് അവരുടെ അനുയായികളിനെ ആക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ യേശു കർത്താവിന്റെ മാതൃക നമുക്ക് നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും വന്നിരിക്കുന്നു എന്നാണ് ബൈബിൾ വായിക്കുമ്പോൾ
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നാം പിന്തുടരുന്ന നമ്മുടെ ഗുരുവിന്റെ പ്രത്യേകത മറ്റുള്ളവരെ ശുശ്രൂഷ മനോഭാവമാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അടുത്തതായിട്ട് യേശു കർത്താവൻ നമുക്ക് തന്നിട്ടുള്ള മാതൃക എന്ന് പറയുമ്പോൾ തന്റെ ശിഷ്യന്മാരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിലെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങൾ നൽകി, അവർക്ക് ആ വേണ്ട അഭിനന്ദനങ്ങൾ കൊടുത്ത് അവരെ വഴി നടത്തുന്ന നല്ല ഗുരുവായിട്ടാണ് യേശു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തു ആ ഗുരുവും കർത്താവുമായിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുവെങ്കിൽ എന്നൊരു ഭാഗത്ത് വായിക്കുന്നു. ആ യേശു ക്രിസ്തു തന്നെയാണ് ഇന്നും നമ്മുടെ മാതൃക. ക്രിസ്തു ശിഷ്യന്മാർക്കെല്ലാം ഇന്നും ക്രിസ്തു പ്രചോദനമായി കൂടെ ഇരിക്കുന്നു. എപ്രകാരമാണ് ഈ ക്രിസ്തു നമുക്ക് പ്രചോദനമായി തീരുന്നതെന്ന് അടുത്ത പോയിന്റുകളിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ക്രിസ്തു ശിഷ്യരുടെ പ്രചോദനങ്ങൾ അതിലൊന്നാമതായിട്ട് പറഞ്ഞത് ക്രിസ്തുവിന്റെ മാതൃകയാണ്. ക്രിസ്തുവിന്റെ മാതൃക എപ്രകാരമൊക്കെ വെളിപ്പെട്ടു എന്ന് കുറച്ച് പോയിന്റിലൂടെ പറഞ്ഞു. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു, അതുപോലെ രാജ്യത്തിന്റെ നിയമം പാലിച്ചു, ശുശ്രൂഷ മനോഭാവത്തോടെ പ്രവർത്തിച്ചു, അതുപോലെ ശിഷ്യന്മാരെ അഭിനന്ദിച്ചു, പ്രോത്സാഹനം കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്രിസ്തു ശിഷ്യർക്കുള്ള പ്രചോദനങ്ങള് അതിലൊന്നാമതായിട്ട് ക്രിസ്തുവിന്റെ മാതൃകകള് അതെപ്രകാരമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഈ പോയിന്റുകളായിട്ട് ഒന്ന് പറയാം, എന്നിട്ട് അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാം. അതായത് ക്രിസ്തു ശിഷ്യരുടെ പ്രചോദനത്തിൽ വരുന്ന അടുത്ത പോയിന്റുകൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ ക്രിസ്തു ശിഷ്യരുടെ പ്രചോദനങ്ങളിലെ ക്രിസ്തുവിന്റെ മാതൃക എങ്ങനെയാണ് ആയിരിക്കുന്നത് എന്ന് ഓരോരുത്തർക്കായിട്ട് പറയാം. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു, രാജ്യത്തിന്റെ നിയമം പാലിച്ചു, ശുശ്രൂഷ മനോഭാവത്തോടെ പ്രവർത്തിച്ചു, അനേകർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, തന്റെ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിച്ചു, മറ്റുള്ളവരെ സഹായിച്ചു, ഓക്കെ, കുറച്ചു പേരൊക്കെ പറഞ്ഞു. അപ്പൊ ക്രിസ്തുവിന്റെ മാതൃക ഒരു ക്രിസ്തു ശിഷ്യനെ പ്രചോദനമായിട്ട് അന്ന് മാത്രമല്ല ഇന്നും നിലകൊള്ളുന്നു. ഇനി അത് നമുക്ക് പ്രചോദനമായിട്ട് ക്രിസ്തുവിന്റെ മാതൃക നിലനിൽക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് നൽകുന്ന ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് രണ്ടാമത്തെ പോയിന്റ്, അതായത് ക്രിസ്തു ശിഷ്യരുടെ പ്രചോദനങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് ക്രിസ്തുവിന്റെ മാതൃകയാണുള്ളത്. രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ ദാനങ്ങൾ എന്തൊക്കെയാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യർക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് രക്ഷ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ. ആ രക്ഷ ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് യേശുവിന്റെ ശിഷ്യനായിട്ട് തീരുവാനായിട്ട് സാധിച്ചത്. രണ്ടാമതായിട്ട് ഒരു ശിഷ്യന്റെ ജീവന് വേണ്ടതെല്ലാം, അതായത് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും യേശു കർത്താവ് ദാനം ചെയ്തിട്ടുണ്ട്. അത് 2 പത്രോസ് 1:3 നമുക്ക് വായിക്കാം. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ ഒരു ശിഷ്യന്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഒരു ശിഷ്യന്റെ ഭക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് രക്ഷ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. 2, ഒരു ശിഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും. മൂന്നാമതായിട്ട് ഒരു ക്രിസ്തു ശിഷ്യന്റെ ഭക്തിക്ക് വേണ്ടത്, ഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. നാലാമതായിട്ട് സമാധാനം. യേശു കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യോഹന്നാൻ 15:27 നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ് യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന ദാനം യേശു കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നു. അത് യേശു കർത്താവിന്റെ വലിയ ദാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എപ്രകാരമൊക്കെയാണ് ഒരു ക്രിസ്തു ശിഷ്യനെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:8 വായിക്കാം. അവ
അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്തുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അതെ, അപ്പൊ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനം ചെയ്തിരിക്കുമ്പോൾ എപ്രകാരമാണ് ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നത്? അതായത് ഒരു ക്രിസ്തു ശിഷ്യൻ സുവിശേഷം പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ പറയുന്ന സുവിശേഷം ഫലപ്രാപ്തിയിലേക്ക് എത്തുകയില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്തു ശിഷ്യൻ വചനം വായിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ശിഷ്യന്മാരനെ സകല സത്യത്തിനും വഴി നടത്തുന്നു. അതുപോലെ ശിഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരങ്ങള് പരിശുദ്ധാത്മാവ് നൽകി തരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ദാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തുവിന്റെ ദാനത്തിൽ ഒന്നാമതായിട്ട് രക്ഷ, രണ്ട് ഒരു ശിഷ്യന്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ദാനം ചെയ്തിരിക്കുന്നു. ഒരു ക്രിസ്തു ശിഷ്യൻ ഭക്തിയോടെ ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ സമാധാനം ദാനം ചെയ്തിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ നൽകി തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ എപ്രകാരം ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഒരു ക്രിസ്തു ശിഷ്യൻ സുവിശേഷം പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആ വചനം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ശിഷ്യൻ വചനം വായിക്കുന്ന സമയത്ത് അത് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അത് നമുക്കറിയാമല്ലോ. എല്ലാവർക്കും ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാകില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലല്ലാതെ ദൈവവചനം ഒരു വ്യക്തിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനോ അതിനെ അതേപോലെ ഉൾക്കൊള്ളാനോ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ ദൈവവചനം ഗ്രഹിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ക്രിസ്തു ശിഷ്യരെ സകല സത്യത്തിനും വഴി നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്തു ശിഷ്യനെ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരങ്ങൾ നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആത്മീക വരങ്ങളെ കുറിച്ചിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആത്മീക വരങ്ങൾ ഒന്നാമതായിട്ട് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം, അതുപോലെ വീര്യപ്രവൃത്തികള്, രോഗശാന്തിക്കുള്ള വരം, അതുപോലെ വിവിധ ഭാഷാവരം, പിന്നെ അതുപോലെ തന്നെ ഭാഷകള്, എന്താ പറയാ, വിവിധ ഭാഷാവരം, അങ്ങനെ നിരവധി വരങ്ങള് പരിശുദ്ധാത്മാവ് ദാനം ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിക്ക്. ആ വരങ്ങളിലൂടെയാണ് ദൈവിക പ്രവൃത്തികള് ഓരോ വ്യക്തിയിലൂടെയും വെളിപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്ന് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വിവിധ ഭാഷകളിൽ ലഭിച്ച ആൾക്ക് അത് വ്യാഖ്യാനവരം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കില്ല. അതുപോലെ പ്രവചനം ഒരു വരമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ്, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഈ കൃപാവരങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ അങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിവർത്തിക്കുവാനായിട്ട് സാധിക്കുള്ളത്. നമുക്കറിയാം, ഒരു മനുഷ്യനെ തന്റെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യനെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യാണ്. എപ്രകാരം മുന്നോട്ട് പോകണം, എന്ത് ശുശ്രൂഷ ചെയ്യണം, അതിനു വേണ്ട എല്ലാ കൃപാവരങ്ങളാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ക്രിസ്തു ശിഷ്യനെ നിറയ്ക്കും. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രചോദനങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തു ശിഷ്യനെ ആദ്യം പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ട പ്രചോദനങ്ങള് ക്രിസ്തു ശിഷ്യനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ക്രിസ്തു നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. നേരത്തെ നമ്മൾ പഠിച്ചത് ക്രിസ്തുവിന്റെ ദാനങ്ങളാണ്. അടുത്ത പോയിന്റ് നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന പ്രചോദനങ്ങളിൽ മൂന്നാമതായിട്ട് വരുന്ന പോയിന്റ് ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളാണ്. ക്രിസ്തുവിന്റെ വാഗ്ദാനം ഏറ്റവും വലിയത് എന്താണ്? ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്നതാണ് ദൈവിക വാഗ്ദത്തം. അപ്പൊ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയത്. ഇന്ന് നമുക്കറിയാം, വലിയ മന്ത്രിമാരെല്ലാം ഓരോ മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ അവർക്ക് പലപ്പോഴും അവരുടെ സാന്നിധ്യം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ.
എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് വാഗ്ദത്തം പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ ഈ ബൈബിൾ ക്ലാസ്സിലോ അതുപോലെ ഏത് മീറ്റിങ്ങുകളായാലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവിടെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. രണ്ടാമതായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് കേൾക്കുന്നു, മറുപടി തരുന്നു എന്നുള്ളത് ഏത് ക്രിസ്തു ശിഷ്യനെയും മോട്ടിവേറ്റ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളോട് നമ്മുടെ കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, അതുപോലെ തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് പല കാര്യങ്ങള് ദൈവവചനത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെത്താൻ താഴ്ത്തി, ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന യേശു കർത്താവ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഒരു വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 65 നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. അടുത്തതായിട്ട് യേശു കർത്താവിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വചനം വായിക്കാം. മത്തായി 10:19-20 വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. നമുക്കറിയാം, ഒരു ക്രിസ്തു ശിഷ്യനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. പലയിടത്തും പോയി പിടിച്ചുകൊണ്ടുപോയി. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ അവര് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവരെ കൊണ്ടുപോയി തടവിലാക്കി അവരോടൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും ക്രിസ്തു ശിഷ്യന്മാർ നേരിടേണ്ട ഒരു പ്രശ്നമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്തുകൊണ്ട് ഈ നാമത്തെ കുറിച്ച് പറയുന്നു, ഈ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയാനായിട്ട് മാനുഷികമായിട്ടൊരു മറുപടിയല്ല യേശു കർത്താവ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ മറുപടി പറയുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ യോഗ്യരാക്കും എന്നുള്ളത് ക്രിസ്തുവിന്റെ ഒരു വലിയ വാഗ്ദാനമാണ്. അതുപോലെ തന്നെ ഒരു ശിഷ്യന്റെ പുനരുത്ഥാനം യേശു കർത്താവ് പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഏറ്റവും വലിയ വാഗ്ദത്തം ഒരു ക്രിസ്തു ശിഷ്യനുള്ളത് നിത്യജീവനാണ്. ഈ ലോകത്തിലെ നമ്മൾ മാറ്റപ്പെട്ടാലും അതുപോലെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാലും ഒരു നിത്യജീവൻ തന്റെ ശിഷ്യനെ വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമതായിട്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ വാഗ്ദാനം. രണ്ടാമതായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ ദൈവത്തെ കുറിച്ചിട്ട് നമ്മൾ വായിച്ചു. അതുപോലെ സുവിശേഷം നിമിത്തം വിചാരണ ചെയ്യപ്പെടുമ്പോൾ തത്സമയം പറയാനുള്ള വാക്കുകൾ നമ്മുടെ വായിൽ ദൈവം തരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അടുത്തതായിട്ട് നാലാമതായിട്ട് പറഞ്ഞത് ശിഷ്യന്റെ പുനരുത്ഥാനം, നിത്യജീവനാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. അത് ഈ ലോകത്തിലെ ആർക്കും ഒരു വ്യക്തിക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എറ്റേണൽ ലൈഫ് എന്നുള്ളത്, നിത്യജീവൻ എന്നുള്ളത്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യ പദവിയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ക്രിസ്തു നൽകുന്ന പ്രതിഫലങ്ങൾ എന്നുള്ളതാണ്. പ്രതിഫലങ്ങൾ ഈ ലോകത്തിലെ ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിച്ച് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിൽ വരും, നേരിടേണ്ടി വരും. ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് പരിശുദ്ധാത്മാ ശക്തിയാൽ നമ്മൾ ഇവിടെ ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തതിനെല്ലാം ഒരു പ്രതിഫലം ആ നിത്യരാജ്യത്തിലെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടത്തെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ, ആ പ്രതിഫലങ്ങൾ, അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിലെ ദൈവവചനം പഠിക്കുമ്പോൾ 5 വ്യത്യസ്ത കിരീടങ്ങളായിട്ടാണ് ഒരു ക്രിസ്തു ശിഷ്യനെ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് വാടാത്ത കിരീടം. അത് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 9:25 വാക്യം. 1 കൊരിന്ത്യർ 9:25. ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും സകലത്തിലും സ്വയം നിയന്ത്രണം പാലിക്കുന്നു. അത് അവർ വാടുന്ന കിരീടം പ്രാപിക്കേണ്ടതിനും നാമോ വാടാത്ത കിരീടത്തിനും വേണ്ടി തന്നെ. അപ്പോൾ ഒരു ക്രിസ്തീയ ശിഷ്യന്റെ ജീവിതം ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയോട്
ഇവിടെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളത് നമുക്ക് കാണാനുണ്ട്. അതുപോലെ അവർ വാടുന്ന കിരീടമാണ് പ്രാപിക്കുന്നത്. ഈ ലോകത്തിലെ കിരീടങ്ങളൊക്കെ വാടിപ്പോകും, എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യനെ വാടാത്ത കിരീടമാണ് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള കിരീടം എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കാം 1 തെസ്സലോനിക്കർ 2:19 വാക്യം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. നിങ്ങളുമല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇവിടെ പ്രശംസാ കിരീടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കിരീടം ക്രിസ്തു തന്റെ ശിഷ്യർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ക്രിസ്തു ശിഷ്യന്മാരുടെ ചുമതലയാണ് മറ്റുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, പറയുക എന്നുള്ളത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് യേശു കർത്താവിന്റെ സന്നിധിയിലെ പ്രശംസാ കിരീടം അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കിരീടം അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം 2 തിമോത്തിയോസ് 4:8. അവിടെ ഒരു കിരീടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പൊ ക്രിസ്തീയ ശിഷ്യത്വം ആ തികയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നീതിയുടെ കിരീടം ദൈവത്തിന്റെ സന്നിധിയിലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലം മൂന്നാമതായിട്ട് നീതിയുടെ കിരീടം എന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന പരിശോധന കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവകിരീടം എന്നാണ്. പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജീവകിരീടം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. 5-ാമതായിട്ട് നമുക്ക് നോക്കാം 1 പത്രോസ് 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഇടയ ശുശ്രൂഷ ചെയ്ത ഇടയന്മാർക്ക് വെച്ചിട്ടുള്ളതാണ് തേജസ്സിന്റെ വാടാത്ത കിരീടം. അപ്പൊ നമ്മൾ 5 കിരീടങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു. ക്രിസ്തു ശിഷ്യനെ ക്രിസ്തു നൽകുന്ന പ്രതിഫലങ്ങള് അത് 5 കിരീടങ്ങളായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായിട്ട് വാടാത്ത കിരീടം, രണ്ടാമത് സന്തോഷത്തിന്റെ കിരീടം അല്ലെങ്കിൽ പ്രശംസാ കിരീടം, മൂന്നാമതായിട്ട് നീതിയുടെ കിരീടം, 4 ജീവകിരീടം, 5 തേജസ്സിന്റെ കിരീടം. അപ്പം ഈ ലോകത്തിൽ തന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഒരു ഫസ്റ്റ് കിട്ടിയ എന്തെങ്കിലും ഒരു ട്രോഫി കിട്ടുമ്പോൾ തന്നെ ഒരു മനുഷ്യന് വളരെ സന്തോഷമൊക്കെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അവാർഡ് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. എന്നാൽ ക്രിസ്തു ശിഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നിരവധി പ്രതിഫലങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത് ക്രിസ്തീയ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ 6-ാമത്തെ ടോപ്പിക്കാണ് എടുത്തത്. ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള നിങ്ങളുടെ സബ്ജക്റ്റിലെ 6 ചാപ്റ്റർ ആണുള്ളത്. അതിൽ 6-ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിപ്പിച്ചത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങളും പ്രചോദനങ്ങളും എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അതിലെ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ വിലയിരുത്തി. അതുപോലെ തന്നെ ഒരു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന പ്രചോദനങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നിങ്ങളുടെ ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള നിങ്ങളുടെ സബ്ജക്റ്റ് ഇതോടെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിലുള്ള ചില വേദഭാഗങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു പേരൊക്കെ വായിച്ച് അതുപോലെ പോയിന്റ്സ് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വേണ്ടത്. എന്താണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ പ്രചോദനങ്ങള്. അപ്പൊ അതിനെ സബ് ടോപ്പിക്കുകളായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ ഓരോരുത്തരും നിങ്ങളിപ്പോ പഠിച്ച കാര്യങ്ങൾ, എഴുതി വെച്ച കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് ചെറിയ രീതിയിലെ പറയാം. പിന്നെ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ 2-4 ദിവസങ്ങളായിട്ട് പനി, എല്ലാ പ്രശ്നങ്ങളായിരുന്നു. ഇന്നും ചെറുതായിട്ട് ചുമയുടെ പ്രശ്നങ്ങൾ വന്നെങ്കിലും ഇത്രയും സമയം ക്ലാസ് എടുക്കാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോന്നിനും വഴി നടത്തും. നമുക്ക് മടുത്തു പോകാതെ
അതുപോലെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിനെ സേവിക്കാം. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ഓരോ ദിവസവും വേണ്ടതായ മോട്ടിവേഷൻ തന്ന് വഴി നടത്താൻ മതിയായതാണ്. നമ്മൾ ബലഹീനരാണ്, പലപ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടും പല വിഷയങ്ങളിലും നമ്മളെല്ലാം ബലഹീനരായി പോകുന്നവരാണ്. അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിൽ തന്നെയും ദൈവത്തിന്റെ വചനം നമുക്ക് ഓരോ ദിവസവും വേണ്ടതായ ശക്തിയും പ്രചോദനവും തന്ന് വഴി നടത്തുന്ന എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. അപ്പൊ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവം അങ്ങനെയുള്ള അനുഭവങ്ങൾ നൽകി ഈ ക്രിസ്തീയ ശിഷ്യനായി ജീവിക്കുന്നതിലുള്ള ആ എൻജോയ്മെന്റ്, ആ സന്തോഷം, എനർജറ്റിക് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.